നമ്മൾ ഇന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് നഗരത്തിലാണ് കേട്ടോ. ദുബായ് നഗരത്തിനെ കുറിച്ച് പറയുമെങ്കിൽ റഷാണ്, ഫുൾ ഓഫ് വണ്ടി കൊണ്ട് ആകെപ്പാടെ ബ്ലോക്കുള്ള സ്ഥലമാണ് ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വൈകിട്ടുണ്ട് നമുക്ക് വണ്ടിയിട്ട് ദുബായ് ടൗണിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, അങ്ങനെ റഷായിരിക്കും വൈകിട്ട് സമയത്ത് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു വൈകിട്ട് സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദുബായിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടിപ്പത്തിരിയിൽ തുടങ്ങാം. ചട്ടിപ്പത്തിരി നമ്മൾ ഓർഡർ ചെയ്ത് വെച്ച് കീച്ച് സൂപ്പർ സാധനം കേട്ടോ. നമ്മൾ നേരെ നെഹദയിലുള്ള ഒരു കടയിൽ നിന്നാണ് ചട്ടിപ്പത്തിരി അടിച്ചത്. ഇന്ന് നമ്മുടെ കൂടെ നമ്മളെ കുട്ടി വ്ളോഗറും കൂടി നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദുബായ് സിറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ദുബായിലാണ്. ഇപ്പൊ ഈ കാണുന്ന ബ്രിഡ്ജ് മെട്രോ ബ്രിഡ്ജാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറെ പ്ലെയിനൊക്കെ പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ ചെറുതായിട്ട് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഒന്നുമില്ല, ടയർ രണ്ടൊന്ന് ചേഞ്ച് ചെയ്യണം. മലയാളിമാരെന്താ ആലോചിക്കണ്? ഏത് ബൾജ എടുക്കണ്ട, മറ്റേ എടുത്തോ. ആ മിക്കവാറും വൈകുന്നേരം സമയങ്ങളിൽ ഇതന്നെയായിരിക്കും ഒരുവിധം ദുബായുടെ ഏരിയയിലും ഉണ്ടാകുന്ന അവസ്ഥ. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറയാം, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളാണ് ഈ ദുബായിലാണ്. നമ്മൾ ഗ്രീൻ ഹൗസ് ഇതാ നമ്മളെ പർച്ചേസിങ് വന്നാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, ഇതാ ഈവനിങ് ഫുള്ള് റഷാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് ഗ്രീൻ ഹൗസിൻ്റെ അടുത്ത് എത്തിക്കുകയാണ് കേട്ടോ. ഗ്രീൻ ഹൗസിൻ്റെ അടുത്ത് എത്തിക്കുന്നത് ദേര സിറ്റി സെൻറ്ററിൻ്റെ ഒക്കെ അടുത്താണ്, മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ദേര സിറ്റി സെൻറ്റർ മെട്രോ സ്റ്റേഷൻ ആ കാണുന്ന ദൂരെ നമ്മളെ ചോട്ട വ്ളോഗർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോട്ട വ്ളോഗർ കിടന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. സമയം എന്താ പിടിക്കാൻ പോണെങ്കിൽ കാര്യമായിട്ടാണല്ലോ. റോളി മുന്തി നടക്കുന്ന എന്നെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. അത് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കേട്ടോ. ഒമ്പ തിരക്കാണ്. ഇങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി ലെഫ്റ്റ് അടിക്കുന്നു, റൈറ്റ് അടിക്കുന്നു. ഇതോ ഞങ്ങളിവിടെ വന്നാട്ടാ, ഞങ്ങളിവിടെ വന്ന അടുത്തിന് സിദ്ധോ പോണ്. സിദ്ധോ എന്താ എന്നെ കിട്ടിയാ? കഴിഞ്ഞാ സാധനങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാ? ഇനെന്തല്ലേ നെക്സ്റ്റോ? അങ്ങനെ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഡ്രാഗൺ മാർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഡ്രാഗൺ മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഏരിയയാണ്. യെസ്, ഡ്രാഗൺ മാർട്ടിൻ്റെ ഒരു ഏരിയയാണ് കണ്ടോ. ഡ്രാഗൺ മാർട്ടിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെയുള്ള അത്യാവശ്യം ടെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടന്നാലും ഇങ്ങനെ തീരില്ല കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അടുത്ത് ഇങ്ങനെ ഈ ഡ്രാഗൺ മാർട്ടിൻ്റെ ഓരോരോ സെക്ഷനായിട്ടുണ്ട്. ഡ്രാഗൺ മാർട്ട് 1, ഡ്രാഗൺ മാർട്ട് 2, ഡ്രാഗൺ മാർട്ട് 3 അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇഷ്ടംപോലെ സൈക്കിള്, സ്കൂട്ടർ കാര്യങ്ങൾ. ഡ്രാഗൺ മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ ഉണ്ട്. നമ്മളെ ഇന്റർനാഷണൽ സിറ്റിയിലാണ് കേട്ടോ ഡ്രാഗൺ മാർട്ട് വരുന്നത്. ഇവിടെ അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കിട്ടും. ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നവരൊക്കെ നല്ലതാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ട് മേടിക്കണം. പ്രൈസൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓഫർ. പിന്നെ അതാണ്ടില്ല ബഗ്ഗി ഓട്ടോറിക്ഷ കാര്യങ്ങൾ. അയ്യോ സ്റ്റാർട്ട് ചെയ്യല്ലേ. ചോട്ടാ വ്ളോഗർ ഓട്ടോറിക്ഷ ഒക്കെ കണ്ട പാടന്നെ ചാടി കയറി അതിൻ്റെ മുകളിൽ കയറി കുത്തിയിരുന്നു.
അവിടെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഓരോ ബട്ടണും നക്കിയിട്ട് ഓണും ഷിഫ്റ്റും ഒക്കെ അടിക്കാനേ പറ്റുന്നുള്ളൂ. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ക്യാമറ ഇതൊക്കെ അല്ലേ. ചോട്ടാ ഡ്രൈവറിന് എന്ത് തോന്നിയത് ഓടിച്ചിട്ട്? ഓടിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് തോന്നി? ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. നിരത്തി സൈക്കിളുകൾ വെച്ചിരിക്കുന്നുണ്ടോ? അത് നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടറാണ്ടോ. നമ്മളിത് നെസ്റ്റോട് ഉള്ളിൽ കയറിട്ടോ. നെസ്റ്റോട് ഉള്ളിൽ കയറിയിട്ട് ഓഫറുകളൊക്കെ തപ്പി എടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചുറ്റണം. ഇതൊക്കെ തന്നെ പരിപാടികൾ. ഷോപ്പിംഗ് മാളിലൊക്കെ കയറി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഐറ്റംസാണ് ഈ ട്രോളി എടുത്തുള്ള കളി. ട്രോളി എടുത്ത് അങ്ങോട്ട് ഉരുട്ടുക, ട്രോളി എടുത്ത് ഇങ്ങോട്ട് ഉരുട്ടുക, അതിൻ്റെ മുകളിൽ കയറി ചാടുക, അപ്പുറത്ത് ചാടുക. വൈബ് തന്നെ വൈബ് ഹോസ്കി തന്നെ വൈബ് ഹോസ്കി. ആ വാ 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 മെല്ലനെ മെല്ലനെ. യോ സ്റ്റോപ്പ് ദി കാർ. ബാഡ്മിൻ്റണിൽ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു കോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളെ ട്രാക്ക് മാർട്ടിൻ്റെ ഉള്ളിലാണ്, ട്രാക്ക് മാർട്ട് 1-ൻ്റെ ഉള്ളിലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.